ഇന്നൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പാത്രം നന്നായി ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അത് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 3 തക്കാളി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് വേവാൻ വേണ്ടി അടച്ചു വെക്കണം. ഇപ്പോൾ പകുതി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊരു 3/4 ഭാഗം വെന്ത് കിട്ടാനായിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോഴിത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, ഏലക്കായ, ഗ്രാമ്പൂ, പട്ട എല്ലാം ചേർത്ത് വേവിച്ച് വെച്ച റൈസാണ്. ഇതിനി ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഒരു പഴയ ഫ്രൈ പാൻ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുത്താൽ മതി. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.